നല്ല വേനൽക്കാലമാണ്. അതുകൊണ്ട് തന്നെ നമ്മൾക്ക് ഈ വേനൽക്കാലത്ത് മഴക്കാലത്തേക്ക് ആവശ്യമുള്ള പല സാധനങ്ങളും നമുക്ക് ഉണക്കി സൂക്ഷിക്കാൻ പറ്റും. അപ്പം ഞാൻ കുറേ സാധനങ്ങൾ അങ്ങനെ ഉണക്കി സൂക്ഷിക്കുകയാണ് പതിവ്. അപ്പം നമുക്ക് കുറച്ചൊന്ന് കണ്ടു നോക്കാം കേട്ടോ. ഇത് ചക്കയാണ്. ചക്ക ഒന്ന് കുറച്ച് ചെറുതായിട്ട് മുറിച്ച് ഒന്ന് കുറച്ച് ഉപ്പും ഇട്ട് പിന്നെ ഒന്ന് തിളപ്പിച്ചെടുത്ത് വെയിലത്തിട്ട് ഉണക്കിയെടുത്തതാണ് കേട്ടോ. അപ്പോൾ ഇത് നമ്മൾക്ക് 4 മണിക്ക് ചായയുടെ കൂടെ കട്ടൻ ചായയുടെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയ ഒന്നാണ്. വറുത്തെടുക്കുകയൊക്കെ ചെയ്യാം. പിന്നെ കറിയും വെക്കുക കേട്ടോ. പിന്നെ ഇത് നമ്മൾ ചന്ദ്രക്കാരൻ മാങ്ങയാണ്. നമ്മൾ പുളിശ്ശേരിയൊക്കെ വെക്കാൻ ഉപയോഗിക്കുന്ന ഈ മാങ്ങയാണ്, ചന്ദ്രക്കാരൻ മാങ്ങയാണ്. ഈ ചന്ദ്രക്കാരൻ മാങ്ങ അതാ ഇതുപോലെ പിഴിഞ്ഞെടുക്കും. കുട്ടികൾക്ക് ഒത്തിരി ഇഷ്ടമാവുന്ന ഒന്നാണ്. ഇത് പിഴിഞ്ഞെടുത്ത് ഇതിൻ്റെ സത്തൊക്കെ നമുക്ക് എടുത്ത് ഇത് വെയിലത്ത് വെച്ച് ഉണക്കിയെടുക്കാം. ഇത് മാമ്പഴം ഇല്ലാത്ത കാലത്ത് മാമ്പഴ പുളിശ്ശേരി വെക്കാം നമുക്ക്. അതേപോലെ നമ്മൾ ഒരു ഡപ്പയിൽ അടച്ച് വെച്ചാൽ കുട്ടികൾക്ക് കൊടുക്കാം. കുട്ടികൾക്ക് ഒത്തിരി ഇഷ്ടമാണ്. മുട്ടായി മാതിരി കഴിക്കും അവർ. അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ ചന്ദ്രക്കാരൻ മാങ്ങ ഉള്ളവർ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്ക് കേട്ടോ. വളരെ ടേസ്റ്റാണ്. മാത്രമല്ല നല്ലപോലെ ഉണക്കി എടുത്ത് വയ്ക്കുകയാണെങ്കിൽ 2-3 വർഷം ഇരുന്നാലും കേടാവാതിരിക്കും. അപ്പം ഞാനിതെല്ലാം ഇതുപോലെ പിഴിഞ്ഞെടുത്തിട്ട് വെയിലത്ത് വെച്ച് ഉണക്കിയെടുക്കുകയാണ് കേട്ടോ ചെയ്യണത്. ഇതിൻ്റെ ഈ തോലും പിന്നെ അതേപോലെ ഇതിലെ ഈ മാങ്ങ അണ്ടിയും ഇതിലുള്ള സത്തും കൂടെ ഞാൻ എടുത്തിട്ട് പിന്നെ അത് ചെടികൾക്ക് ഉപയോഗിക്കാറുണ്ട്. ഇത് കളയാറില്ല. നല്ലൊരു വളമായിട്ട് നമ്മൾക്ക് ഇതിൻ്റെ ഈ ചണ്ടിയൊക്കെ ഉപയോഗിക്കാം കേട്ടോ. അപ്പോൾ ഇതിൽ അടങ്ങിയ സത്തൊക്കെ നമ്മൾക്ക് ബാക്കിയുള്ള സത്തൊക്കെ എടുത്തിട്ട് നമ്മൾക്ക് നല്ലൊരു വളമായിട്ട് ഉപയോഗിക്കാം. അപ്പോൾ ഈ മാങ്ങേണ്ടിയിലുള്ള സത്തൊക്കെ ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ച് അതിൽ എടുത്ത് നല്ലപോലെ പിഴിഞ്ഞെടുക്കുകയാണ് കേട്ടോ. എന്നിട്ട് ഈ മാങ്ങയുടെ തോലും അതിലിട്ട് 1 ടീസ്പൂൺ ഈസ്റ്റും കൂടെ ചേർത്ത് ഒരു 4-5 ദിവസം നല്ലപോലെ പുളിപ്പിക്കാൻ വയ്ക്കും. അതിലേക്ക് 1 അച്ച് ശർക്കര കൂടെ ചേർക്കും. എന്നിട്ട് നല്ലപോലെ പുളിച്ചതിന് ശേഷം നല്ലപോലെ അത് പിഴിഞ്ഞെടുക്കും. പിഴിഞ്ഞെടുത്തിട്ട് ഈ മാങ്ങയുടെ തൊലിയൊക്കെ നമുക്ക് വളമായിട്ട് ഉപയോഗിക്കാം. അപ്പോൾ ഇതിൻ്റെ സത്തിൽ ഇരട്ടി വെള്ളവും ചേർത്തിട്ട് ചെടികൾക്കൊക്കെ നല്ലപോലെ ഒന്ന് തെളിച്ച് കൊടുക്കുകയാണെങ്കിൽ നമ്മൾക്ക് നല്ലപോലെ പൂക്കളും കായും ഒക്കെ ഉണ്ടാവും. ഡ്രാഗൺ ഫ്രൂട്ടിനൊക്കെ ഇത് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ നല്ലപോലെ കുറേ നല്ല വലിപ്പത്തിലുള്ള കായ നമുക്ക് കിട്ടും. അപ്പോൾ ഇതുവരെ നിങ്ങളൊന്നും അങ്ങനെ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ അങ്ങനെ ഒന്ന് ചെയ്ത് നോക്ക് കേട്ടോ. ഈ വെള്ളത്തിൽ ഇതുപോലെ ഇങ്ങനെ ഇട്ട് 1 സ്പൂണ് നമുക്ക് ഈസ്റ്റും 1 അച്ച് ശർക്കര ഇട്ട് കൊടുത്ത് ഒരു 4-5 ദിവസം വെക്കണം കേട്ടോ. നല്ലപോലെ അത് പുളിച്ച് പൊങ്ങി വരണം. അപ്പോൾ അങ്ങനെയാണ് ഞാൻ ഈ മാങ്ങയുടെ തൊലിയും ഇതിൻ്റെ ബാക്കി വന്ന നീരൊക്കെ എടുത്ത് ചെയ്യുന്നത്. ഇതുപോലെ ഇനി വെയിലത്ത് വെച്ച് ഉണക്കിയെടുക്കുകയാണ് ചെയ്യുന്നത്. ഒരു 5-6 ദിവസം വേണം കേട്ടോ ഇത് ഉണക്കിയെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പം ഓരോ ദിവസത്തേതാണ് ഇതുപോലെ ഒന്ന് ഉണക്കിയെടുക്കണ്ടേ. നല്ല വേനലാണ്. അപ്പം അതുകൊണ്ട് നമുക്ക് നല്ലപോലെ ഉപയോഗിക്കാൻ പറ്റും കേട്ടോ ഈ വേനൽ. ഞാൻ കുറച്ച് ചന്ദ്രക്കാരൻ മാങ്ങ എടുത്തിട്ടുണ്ട്. ഇത് ചന്ദ്രക്കാരൻ മാങ്ങ ഇപ്പോൾ നല്ലപോലെ വീഴുന്ന സമയമാണ്. അതെടുത്ത് ഒരു ഇഡ്ഡലി പാത്രത്തിൽ കുറച്ച് വെള്ളം ഒഴിച്ച് നല്ലപോലെ ഒന്ന് തിളച്ച് വരുമ്പോൾ അതിലേക്ക് നമ്മൾക്ക് കഴുകി വൃത്തിയാക്കിയ മാങ്ങ ഇട്ട് കൊടുത്ത് മൂടി അടച്ച് വെച്ചിട്ട് ഒരു 2-3 മിനിറ്റ് ഒന്ന് ഇതൊന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ ഈ മാങ്ങ വെച്ചിട്ട് നല്ലൊരു അച്ചാറുണ്ടാക്കാൻ പറ്റും കേട്ടോ. കുറച്ച് ഉപ്പ് കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം കേട്ടോ. 2-3 മിനിറ്റ് തിളച്ചതിന് ശേഷം നമ്മൾക്ക് ഗ്യാസ് ഓഫ് ചെയ്ത് ഇത് ചൂടാറാൻ വെക്കണം. ഇതിൻ്റെ വെള്ളമൊക്കെ നമ്മൾക്ക് ഒന്ന് ഒരു പാത്രത്തിലേക്ക് ആക്കി വെച്ചിട്ട് അത് ചെടികൾക്കൊക്കെ ഒഴിച്ചു കൊടുക്കാം. അതിന് ശേഷം ഇതുപോലെ ഒന്ന് കുത്തി കൊടുക്കണം. എന്നിട്ടിത് നമുക്ക് വെയിലത്ത് വെച്ച് നല്ലപോലെ ഉണക്കിയെടുക്കണം കേട്ടോ. ഈ അച്ചാർ ഇതുവരെ ഞാൻ യൂട്യൂബിലൊന്നും കണ്ടിട്ടില്ല. അതേപോലെ ആരും ഉണ്ടാക്കുന്നതും കണ്ടിട്ടില്ല. ഇപ്പം ഞാനത് സ്ഥിരം ഉണ്ടാക്കുന്നതാണ്. അപ്പോൾ ഞാൻ അതിന് കുറച്ച് ഗോതമ്പും അരിയും ഒക്കെ ഉണക്കി എടുക്കുകയാണ് ചെയ്യുന്നത്. അതേപോലെ തന്നെ മുളകും ഒക്കെ നമ്മൾക്ക് ഇതുപോലെ നല്ലപോലെ കഴുകി വൃത്തിയാക്കണം. 2-3-4 പ്രാവശ്യം കഴുകി വൃത്തിയാക്കി ഉണക്കിയെടുത്തതിന് ശേഷം മില്ലിൽ കൊണ്ടുപോയിട്ട് ഞാൻ പൊടിച്ചെടുക്കുകയാണ് പതിവ്. സാധാ മുളക് ഒരു 2.5 കിലോ ഞാൻ പൊടിച്ച് വെച്ചിട്ടുണ്ട്, ഉണക്കി പൊടിച്ച് വെച്ചിട്ടുണ്ട്. ഇത് കാശ്മീരി മുളകാണ്. ഇത് 1 കിലോ അത് വേറെ തന്നെ പൊടിച്ച് വയ്ക്കുകയാണ് ചെയ്യുന്നത്. ചില കറികൾക്കൊക്കെ നമ്മൾക്ക് അച്ചാറിനൊക്കെ ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാണ്. പിന്നെ കുറച്ച് വറ്റൽമുളകിന് വേണ്ടിയിട്ട് എടുത്ത് വയ്ക്കാറുണ്ട്. അതേപോലെ തന്നെ നമ്മൾ ക്രഷ് ചെയ്ത മുളക് ഉണ്ടാവുമല്ലോ, ആ ക്രഷ് ചെയ്ത മുളകിന് വേണ്ടിയിട്ടും ഒരു 1/2 കിലോ വെച്ചിട്ട്
ഉണക്കി വീട്ടിൽ നിന്ന് തന്നെ അത് മിക്സിയുടെ ജാറിലിട്ട് പൊടിച്ച് വെക്കുകയാണ് ചെയ്യുന്നത്. അതേപോലെ നമ്മൾക്ക് വീട്ടിലേക്ക് ആവശ്യമില്ല വെളിച്ചെണ്ണ, കൊപ്ര ഇതുപോലെ ഉണക്കി എടുത്ത് ആട്ടിക്കൊണ്ടുവരികയാണ് ചെയ്യുന്നത്. എല്ലാം വീട്ടിൽ തന്നെ നമ്മൾ നമ്മുടെ കൈ കൊണ്ട് തന്നെ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ മാങ്ങ ഇത് ഏകദേശം ഉണങ്ങി വരുന്നുണ്ട് കേട്ടോ. ഇത് നല്ലപോലെ ഉണങ്ങി കിട്ടണം. നല്ല ഉണങ്ങി ചുങ്ങി നല്ല ബ്ലാക്ക് കളറാവും. ഈ മാങ്ങ നമ്മൾക്ക് അച്ചാറാക്കി വെച്ച് 1 വർഷം കഴിഞ്ഞതിന് ശേഷം മാത്രമേ എടുക്കാൻ പാടുള്ളൂ. അപ്പോഴാണ് അതിൻ്റെ ടേസ്റ്റ് മൊത്തം ഉണ്ടാവുക കേട്ടോ. ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും. അപ്പം അതിന് കുറച്ച് മസാലയൊക്കെ ചേർത്തിട്ടാണ് ഈ അച്ചാർ ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പം നമ്മുടെ മാങ്ങ ഇവിടെ ഉണങ്ങി വന്നുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. ഓരോ ദിവസവും ഞാനിങ്ങനെ കാണിച്ചു തരികയാണ്. അപ്പോൾ ലാസ്റ്റായി ഇപ്പോൾ നല്ലപോലെ ഉണക്കിയെടുത്തിട്ട് ഞാൻ 2 വശം ഇതുപോലെ ഉണക്കിയെടുത്തിട്ടുണ്ട് കേട്ടോ. ഭയങ്കര ടേസ്റ്റാണ്. ഇതിലൊന്നും നമ്മൾ ചേർക്കേണ്ട ആവശ്യമില്ല. മധുരം ഒന്നും ചേർത്തിട്ടില്ല. ആ മാങ്ങ അതുപോലെ പിഴിഞ്ഞെടുത്തിട്ടാണ് ഇതുപോലെ ആക്കി വെച്ചിട്ടുള്ളത്. ഇനി നമുക്ക് ഇതുപോലെ ഒന്ന് മുറിച്ചെടുക്കുക. മുറിച്ച് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി എടുത്തിട്ട് നമുക്ക് ബോട്ടിലിൽ വയ്ക്കാം. കുറച്ച് വേണമെങ്കിൽ ഇതിൻ്റെ മുകളിലേക്ക് കൂടി കുറച്ച് പഞ്ചസാര തൂവി കൊടുക്കാം. എത്ര നാൾ വെച്ചാലും കേടാവില്ല. നമുക്ക് 2-3 വർഷം വരെ വയ്ക്കാം. ഒരു കേടും ആവാതെ ഇരിക്കും ഈ മാങ്ങ. നമ്മൾക്ക് കറി വയ്ക്കാൻ ആവശ്യമുള്ളത് ഈ കുറച്ച് കഷ്ണങ്ങൾ എടുത്ത് നമുക്ക് കറി വയ്ക്കാം. നല്ല ടേസ്റ്റാണ് കേട്ടോ. മാമ്പഴ പുളിശ്ശേരി വയ്ക്കാൻ വേണ്ടിയിട്ട് നല്ല ടേസ്റ്റാണ്. ഇപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടോ. ഇതുപോലെ നിങ്ങൾ ഇതുവരെ ഉണ്ടാക്കി കഴിച്ചിട്ടില്ല എങ്കിലും അതോടൊപ്പം ഇത് വെച്ചിട്ട് നിങ്ങൾ മാമ്പഴ പുളിശ്ശേരി ഉണ്ടാക്കിയിട്ടില്ല എങ്കിലും ഒന്ന് ഉണ്ടാക്കി നോക്കണം. നല്ല ടേസ്റ്റാണ്. അതേപോലെ നമ്മൾ പലതരത്തിലുള്ള സലാഡൊക്കെ ഉണ്ടാക്കുമല്ലോ. അപ്പോൾ അതിൽ ഇത് ചെറുതായിട്ട് മുറിച്ചിടാനൊക്കെ ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഇതുപോലെ ഞാൻ ബോട്ടിലാക്കിയിട്ട് കുറച്ച് മുകളിലേക്ക് കൂടി പഞ്ചസാരയും കൂടെ തൂവിയിട്ടാണ് എടുത്ത് വെക്കാറുള്ളത്. ഇത് ഫ്രിഡ്ജിലൊന്നും വെക്കേണ്ട ആവശ്യമില്ല. നമ്മൾക്ക് എവിടെയെങ്കിലും കണ്ടെയ്നറിലാക്കിയിട്ട് നമ്മൾക്ക് എവിടെയെങ്കിലും എടുത്ത് വെച്ചാൽ മതി, സൂക്ഷിച്ച് വെച്ചാൽ മതി, കേടാവില്ല. അപ്പം ഞാനിത് ഇങ്ങനെയാണ് ഉണ്ടാക്കി വയ്ക്കാറ് കേട്ടോ. ഞാൻ കടുകും ജീരകവും ഒക്കെ കഴുകി ഉണക്കി എടുത്ത് വയ്ക്കാറാണ് ചെയ്യാറ്. അതേപോലെ തന്നെ നമ്മുടെ മസാലപ്പൊടികൾ വറുത്ത് ആക്കൽ അപൂർവമാണ്. ഞാൻ വെയിലുള്ള ആ സമയങ്ങളിൽ ഞാൻ വെയിലത്തിട്ട് ഉണക്കി പൊടിച്ച് വെക്കുകയാണ് ചെയ്യുന്നത്. അതിനൊരു പ്രത്യേക ടേസ്റ്റാണ്. നമ്മൾ വറുത്ത് മസാലപ്പൊടികൾ ഉണ്ടാക്കുന്നതിനേക്കാളും നമ്മൾ വെയിലത്തിട്ട് ഉണക്കി അത് പൊടിച്ച് ഡപ്പകളിലാക്കിയിട്ട് വെക്കുകയാണെങ്കിൽ വർഷങ്ങളോളം കേടാവാതിരിക്കുകയും ചെയ്യും. അതിൻ്റെ സ്മെല്ലൊട്ടും കുറയില്ല. നമ്മൾക്ക് അതേ സുഗന്ധത്തോടു കൂടി തന്നെ നമുക്ക് ബിരിയാണിയിലും ഇടാനും പറ്റും. നല്ല ടേസ്റ്റും ആയിരിക്കും. നമ്മൾ വറുത്ത് വെക്കുന്നതിനേക്കാൾ ഗുണവും കൂടുതലാണ് കേട്ടോ. അത് ഇതുവരെ ചെയ്യാത്തവരാണെങ്കിൽ അതും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിട്ടോ. ഒറ്റ ദിവസത്തെ ഉണക്ക് മാത്രമേ വേണ്ടൂ കേട്ടോ. അപ്പോൾ ഞാൻ ഈ കടുകൊക്കെ കഴുകി ഇതുപോലെ കടുക് ഉണക്കിയെടുത്ത് സൂക്ഷിക്കുകയാണ് പതിവ്. ഇപ്പോൾ ഈ മസാലപ്പൊടികൾ നമ്മൾ പാക്കറ്റ് വാങ്ങിക്കുമല്ലോ കടയിൽ നിന്ന് പാക്കറ്റുകൾ വാങ്ങി ഇതുപോലെ ഞാൻ എല്ലാം എടുത്തിട്ടതിന് ശേഷം നല്ലപോലെ കഴുകിയെടുത്ത് വെയിലത്തിട്ട് ഉണക്കി എടുക്കുകയാണ് ചെയ്യുന്നത്. ഇതിൻ്റെ കൂടെ കുറച്ച് കറിവേപ്പിലയും പുതിനയിലയും ചേർത്ത് കൊടുക്കാറുണ്ട്. അപ്പോൾ അതിനൊരു പ്രത്യേക സ്മെല്ലാണ് കേട്ടോ നമ്മൾക്ക് ഉണ്ടാവുക. അപ്പോൾ ഇതുപോലെ നിങ്ങളൊന്ന് ചെയ്തു നോക്കൂ. കാരണം നല്ല വേനലാണ്. നമ്മൾക്ക് ഈ വേനൽക്കാലം വെറുതെ നമ്മൾ കളയണ്ട. നല്ല വേനലാണ്, ചൂടാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ആ ചൂടിനെ നമുക്ക് കുറേയൊക്കെ ഉപയോഗിച്ചാൽ നമ്മുടെ വീട്ടിലേക്ക് ആവശ്യത്തിനുള്ള ഇതൊക്കെ നമുക്ക് വീട്ടിൽ തന്നെ ഉണക്കി സൂക്ഷിക്കാൻ പറ്റും. ഇതെല്ലാം ഇപ്പോൾ ഇതുപോലെ കഴുകി വൃത്തിയാക്കി ഉണക്കി സൂക്ഷിച്ച് വെച്ചാൽ അടുത്ത വേനൽക്കാലത്ത് മാത്രമേ ഇനിയിപ്പോൾ ഇതിൻ്റെ ജോലിയിലേക്കൊക്കെ നമ്മൾക്ക് പോകേണ്ട ആവശ്യമുള്ളൂ. മാത്രമല്ല ഇത് കഴിഞ്ഞു പോയി എന്നുള്ള നമുക്ക് ടെൻഷനോ ഒന്നും ഉണ്ടാവില്ല. അതിനാവശ്യമുള്ളത് അത്രയും ഞാൻ എല്ലാം ഉണക്കി കടയിൽ നിന്ന് വാങ്ങി നല്ലപോലെ കഴുകി വൃത്തിയാക്കി മല്ലി, മുളക് എന്ന് വേണ്ട നമ്മളെല്ലാ സാധനങ്ങളും വീട്ടിൽ നിന്ന് തന്നെ എല്ലാം കടയിൽ നിന്ന് വാങ്ങിയിട്ട് കഴുകി വൃത്തിയാക്കി സൂക്ഷിക്കുകയാണ് ചെയ്യാറുള്ളത്. അല്ലാതെ പാക്കറ്റുകളൊന്നും ഒരു മസാലകളോ ഒന്നും കടയിൽ നിന്ന് പാക്കറ്റാക്കിയിട്ട് വാങ്ങിയിട്ട് ഉപയോഗിക്കാറില്ല. ഇതുപോലെയാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്ക് കേട്ടോ. അപ്പോൾ നമ്മൾ കടകളിൽ നിന്ന് വാങ്ങി ഉപയോഗിക്കുന്നതിനേക്കാളും നമ്മൾക്ക് ഗുണവും ആരോഗ്യവും ഇതുപോലെ നമ്മൾ ചെയ്തെടുക്കുന്നതാണ്. കുറച്ച് പണി ഉണ്ടാവും കേട്ടോ. നമ്മൾക്ക് നമ്മുടേതായ ഇതിന് കുറച്ച് സമയം നമുക്ക് ആവശ്യമുണ്ട്. എങ്കിലും നമ്മൾക്ക് വിശ്വസിച്ചിട്ട് കഴിക്കാൻ പറ്റുന്ന നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കുമ്പോൾ അതിൻ്റേതായ ഗുണങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ ഞാൻ ഇതും ഒന്ന് ഉണക്കിയെടുക്കണ്ടേ.
ഒരു 7 കിലോ ഗോതമ്പും 7 കിലോ അരിയും നല്ലപോലെ കഴുകി വൃത്തിയാക്കി ഉണക്കി പൊടിച്ച് ഇതുപോലെ ഒരു ബക്കറ്റിലാക്കിയിട്ട് ഇതുപോലെ കവറിലാക്കി എടുത്ത് വയ്ക്കുകയാണ് ചെയ്യുന്നത്. നമുക്ക് കുറച്ച് വേറൊരു ബോട്ടിലിൽ കുറച്ച് എടുത്ത് വയ്ക്കുക. അപ്പോൾ കഴിയുന്നതിനനുസരിച്ചിട്ട് ആ ബോട്ടിലേക്ക് ഇടുകയാണ് ചെയ്യുന്നത്. ഇത് നമ്മൾക്ക് ഈ മഴക്കാലം ഫുള്ള് കഴിഞ്ഞ് നമ്മൾക്ക് അടുത്ത ജനുവരി ഫെബ്രുവരി മാർച്ച് മാസമൊക്കെ ആകുമ്പോഴാണ് ഞാൻ അടുത്ത ഇതൊക്കെ ഉണക്കി സൂക്ഷിക്കാൻ തുടങ്ങുള്ളൂ കേട്ടോ. അപ്പോൾ നമ്മുടെ മാങ്ങ ഇതുപോലെ ഉണക്കി കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇതുപോലെയാണ് ഇത് ഉണക്കി സൂക്ഷിച്ച് വെക്കുന്നത്. ഇപ്പോൾ നമ്മൾക്ക് ഇപ്പം മാങ്ങ ഇത് അച്ചാറാക്കി എടുത്ത് വെച്ച് കഴിഞ്ഞാൽ അടുത്ത മഴക്കാലം ആകുമ്പോഴാണ് ഉപയോഗിക്കുക. അപ്പോൾ ഇതിന് മുന്നേ നമ്മൾ മുന്നേ എടുത്ത് അത് 1 വർഷം മുന്നേ ഉള്ളതായിരിക്കും ഉപയോഗിക്കുന്നത്. അപ്പോൾ അതുപോലെ ആകുമ്പോൾ നല്ലപോലെ എന്താ പറയുക, നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. ഒറ്റ മാങ്ങ മതി നമുക്ക് നമ്മുടെ വയറ് നിറയാനുള്ള ചോറ് കഴിക്കാൻ വേണ്ടി. ഈ മുളക് ഞാൻ വറ്റൽ മുളക് ഉണക്കി ഇതുപോലെ ക്രഷ് ചെയ്തെടുത്ത് വെച്ചതാണ്. നമ്മുടെ എണ്ണയൊക്കെ ആട്ടി കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ പാത്രങ്ങളിലാക്കിയിട്ട് ഒരു തുണിയിൽ കുറച്ച് ഉപ്പ് കിഴുകെട്ടി അത് നമ്മുടെ വെളിച്ചെണ്ണയിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് നമ്മുടെ എണ്ണ തീരുന്നത് വരെ കേടാവാതെ കാറിൽ ശോയിക്കാന്ന് പറയും ഞങ്ങളുടെ നാട്ടിൽ. അപ്പോൾ അതൊന്നും ഉണ്ടാവില്ല. നല്ല ഫ്രഷായിട്ട് നല്ല ആ സ്മെല്ലോടുകൂടി വെളിച്ചെണ്ണയുടെ ആ സുഗന്ധത്തോടുകൂടി നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ എല്ലാവരും ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. അപ്പോൾ എൻ്റെ എല്ലാ പൊടികളും ഞാനിതാ ഇതുപോലെ ഡപ്പകളിലാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ സാദാ മുളക് ഞാനൊരു 2.5 കിലോ പൊടിച്ച് വെച്ചിട്ടുണ്ട്. അതേപോലെ കാശ്മീരി മുളക് പൊടി ആയാലും മഞ്ഞൾ, മല്ലിപ്പൊടി, മുളക് പൊടി എന്ന് വേണ്ട സകലതും ഞാൻ ഇതുപോലെ പൊടിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. മസാലപ്പൊടികൾ തന്നെ 2-3-4 തരം മസാല പൊടികൾ ഉണ്ടാക്കി വയ്ക്കുക. പലതരത്തിലുള്ളത് നമ്മൾക്ക് ബിരിയാണിക്കായാലും നമ്മുടെ മുട്ടക്കറിക്ക് വേറെ, അങ്ങനെ ഉരുളക്കിഴങ്ങ് കറി, അങ്ങനെ ഓരോ കറികൾക്കും ഇറച്ചിക്കറിക്ക് വേറെ, അങ്ങനെ 2-3-4 തരം മസാലപ്പൊടികളാക്കി വയ്ക്കും. ഇത് നമ്മൾ മാവ് പൊടിയാണ് കേട്ടോ. ഇത് 1 കിലോ മാത്രമേ ഞാൻ പൊടിച്ച് വയ്ക്കാറുള്ളത്. പിന്നെ ചില സമയങ്ങളിൽ കറണ്ട് ഉണ്ടാവില്ല. ആ സമയത്തൊക്കെ നമ്മൾക്ക് പിന്നെ ഇഡ്ഡലി ദോശയൊക്കെ ചുടുന്ന സമയങ്ങളിലൊക്കെ ഞാനിത് കലക്കിയിട്ട് തലേ ദിവസം കൂട്ടി വയ്ക്കും. എന്നിട്ട് പിറ്റേ ദിവസം ചുടുകയാണ് ചെയ്യുന്നത്. അതിന് കുറച്ച് മാവ് മാത്രമേ ഞാൻ ഇതുപോലെ ഉണ്ടാക്കി അത് വീട്ടിൽ മിക്സിയിൽ തന്നെയാണ് പൊടിച്ചെടുക്കുന്നത് കേട്ടോ. അപ്പം മല്ലിപ്പൊടിയൊക്കെ ഞാനൊരു 2.5 കിലോയുടെ മല്ലിപ്പൊടിയൊക്കെ പൊടിച്ച് ഇതുപോലെ സൂക്ഷിക്കുകയാണ് ചെയ്യുന്നത്. നമ്മൾ എടുക്കുന്ന ഡപ്പൊക്കെ മാത്രം ഞാൻ ഇതുപോലെ എഴുതി ഒട്ടിച്ച് വയ്ക്കും. കുട്ടികളൊക്കെ ഉണ്ടാവുമല്ലോ, അപ്പം ചിലപ്പോൾ അവർക്ക് മാറിപ്പോണ്ടാന്ന് കരുതിയിട്ട് ഇതുപോലെ ഞാൻ എല്ലാത്തിൻ്റെയും ഇങ്ങനെ എഴുതി ഒട്ടിച്ച് വയ്ക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതുപോലെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. നമ്മുടെ വീട്ടിൽ നമ്മൾക്ക് ആവശ്യമുള്ളത് നമ്മൾ ഇതുപോലെ ചെയ്തെടുക്കുകയാണെങ്കിൽ ഈ വേനലൊക്കെ നമ്മൾക്ക് കുറച്ച് ഉപയോഗിക്കാൻ പറ്റും. പിന്നെ നല്ല ചൂട് എന്ന് പറഞ്ഞിട്ട് നമ്മൾ സമയം കളയാതെ ഇതുപോലെയൊക്കെ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. കടുക് എല്ലാം ജീരകവും ഒക്കെ ഞാൻ ഇതുപോലെ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. നമ്മളെല്ലാവരും നുറുക്ക് ഗോതമ്പ് ഉപ്പുമാവ് കഴിക്കാറുണ്ട് അല്ലേ? നമ്മുടെ കുട്ടിക്കാലത്ത് അംഗനവാടിയിൽ നിന്നൊക്കെ കഴിച്ച നുറുക്ക് ഗോതമ്പിൻ്റെ ഒരു ടേസ്റ്റ് ഒരു പ്രത്യേകതയാണല്ലോ. അപ്പോൾ കടയിൽ നിന്ന് നമ്മൾ പാക്കറ്റൊക്കെ വാങ്ങിയിട്ടാണ് ഉപയോഗിക്കാറുള്ളത്. പക്ഷെ ഞാൻ ഉപയോഗിക്കാറില്ല കേട്ടോ. ഞാൻ വീട്ടിൽ ഇത് പുഴുങ്ങി ഉണക്കി വെയിലത്തിട്ട് ഉണക്കിയതിന് ശേഷം മിക്സിയുടെ ജാറിലിട്ട് പൊടിച്ചെടുക്കുന്നതാണ്. ഇതൊരു 3-3.5 കിലോ വീതം ഞാൻ എന്നും പൊടിച്ച് വയ്ക്കാറാണ്. ഇപ്പം നമ്മൾ ആഴ്ചയിൽ ഒരു ദിവസം അല്ലെങ്കിൽ 2 ആഴ്ച കൂടുമ്പോഴൊക്കെയാണ് ഇത് ഉണ്ടാക്കിയെടുക്കാറ്. എനിക്ക് ഒത്തിരി ഇഷ്ടമുള്ളതാണ്. അപ്പോൾ ഇതുപോലെ ഉണ്ടാക്കി വെച്ച ആ ഗോതമ്പ് പൊടിക്കാണ് കേട്ടോ ഏറ്റവും ടേസ്റ്റ്. ഗോതമ്പ് പൊടി എന്ന് പറഞ്ഞാൽ നുറുക്ക് ഗോതമ്പിനാണ് ഏറ്റവും ടേസ്റ്റ് എനിക്ക് തോന്നിയിട്ടുള്ളത്. കടയിൽ നിന്ന് വാങ്ങുന്നതിന് എനിക്ക് അത്ര തോന്നിയിട്ടില്ല. അപ്പം ഇങ്ങനെയാണ് ഞാൻ ഈ നുറുക്ക് ഗോതമ്പ് ഉണ്ടാക്കി വെക്കുന്നത്. കുറച്ച് സമയം ഇതുപോലെയുള്ള കാര്യങ്ങൾക്ക് നമ്മൾ ശ്രദ്ധിച്ചാൽ നമ്മൾ ദീർഘകാലം ആരോഗ്യത്തോടെ ഇരിക്കാൻ ഇത് ധാരാളമാണ്.